അനീഷിന് വീടിൻ്റെ അടുത്തുള്ള ചേട്ടൻ ഒരു കടക്കാരൻ, പിന്നെ വേറൊരു പുള്ളി, ഈ അവസാനം കണ്ടൊരു അപ്പൂപ്പല്ല, ഇവരാണ് ഞങ്ങൾക്ക് റിവ്യൂ എന്നുള്ളത്. ബാക്കി ആരും ഞങ്ങളാണെങ്കിൽ ഓർത്ത് ഇത്രയും കഷ്ടപ്പെട്ടതൊന്നുമില്ല. എന്നിട്ട് ഞങ്ങൾക്ക് സങ്കടമായിരുന്നു. അതായത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് നമുക്ക് 3 പേരുടെ 4 പേരുടെ റെസ്പോൺസ് കിട്ടിയുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ പറയും അനുമോളുടെ PR ആണെന്ന് വരെ ഞങ്ങളുടെ കമൻറ്റിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയാം, അനുമോളുടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾക്ക് വീഡിയോ എടുത്തപ്പോൾ കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം പക്ഷെ വ്യൂ ഒന്നും കയറിയില്ല, നമുക്ക് വ്യൂ വിചാരിച്ച അത്ര 2K വ്യൂ കയറുള്ളൂ. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മൾ കഷ്ടപ്പെട്ട് അത്രയും പാഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഉള്ള ആൾക്കാരുടെ റെസ്പോൺസ്. ഷോർട്സ് ഇപ്പോൾ ഇടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സംഭവമുണ്ട്, ഞങ്ങൾക്ക് പറ്റിയ പ്രശ്നം, ഞങ്ങൾക്ക് ഒരിടയ്ക്ക് നല്ല റീച്ച് വന്നു ഷോർട്സിന്. അപ്പോൾ ഞങ്ങൾ ഒരേ ടൈമിലായിട്ടുണ്ടെങ്കിൽ 2 ദിവസം ഞങ്ങൾക്ക് ഇടാൻ പറ്റില്ല. 3-ാമത്തെ ദിവസം തൊട്ട് നമുക്ക് എത്ര റീച്ച് വരുന്നില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നതാണ്. എന്താണ്? നമ്മുടെ ചാനലിൽ മോണിറ്റൈസ് ആയിരിക്കുന്നത്. അതെ, നമ്മുടെ ചാനൽ അങ്ങനെ ഫൈനലി കുറെ നാളത്തെ കഷ്ടപ്പാടിന് ശേഷം മോണിറ്റൈസേഷൻ ആയിരിക്കുന്നു. ആക്ച്വലി ഒരു 2 വീക്ക് ആയി കേട്ടോ മോണിറ്റൈസേഷൻ ആയിട്ട്. നമുക്ക് വീഡിയോ ഇടാൻ സമയം കിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇടാഞ്ഞ്. സോ ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ഒരു ട്രാവൽ ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പം പുറത്ത് ഭയങ്കര മഴ, ഞങ്ങൾ പുറത്ത് നിന്ന് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ പുറത്ത് ഭയങ്കര മഴയായിപ്പോയി. സോ ഞങ്ങൾ അതുകൊണ്ടാണ് കാറിനകത്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കുന്നത് കാറിൻ്റെ കവറൊന്നും ഇതുമായിട്ട് മാറ്റിയില്ല, ഞങ്ങളുടെ സീറ്റ് കവർ തിങ്കളാഴ്ച കിട്ടത്തുള്ളൂ ഗൈസ്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ സീറ്റ് കവറൊക്കെ ഇട്ട് സെറ്റ് ആകും. സോ സംഭവമാണ് നമ്മളങ്ങനെ ഫൈനലി മോണിറ്റൈസ്. നമ്മൾ 6 മാസമായിട്ട് കുറേ കഷ്ടപ്പെട്ട് മോണിറ്റൈസേഷൻ 6 മാസം കഷ്ടപ്പെട്ട് നമ്മൾ ഹാഫ് മോണിറ്റൈസ് അടിച്ചു. പിന്നെ വീണ്ടും ഒരു 6 മാസം കഷ്ടപ്പെട്ട് ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ട്. ആക്ച്വലി ഹാഫ് മോണിറ്റൈസേഷൻ ഞങ്ങൾ അടിക്കാൻ വലിയ പാടില്ലായിരുന്നു കേട്ടോ. പക്ഷേ ഫുൾ മോണിറ്റൈസേഷൻ ഞങ്ങൾ ഹാഫ് മോണിറ്റൈസേഷൻ അടിച്ച് ഞങ്ങൾ ഷോർട്സ് ത്രൂ ആയിരുന്നു. 30 lakhs ഷോർട്സ് വ്യൂ കൊണ്ടാണ് നമ്മൾ അടിച്ചത്. പക്ഷേ ഫുൾ മോണിറ്റൈസേഷൻ നമുക്ക് ഷോർട്സ് കൊണ്ട് പറ്റില്ല എന്ന് പോയപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. 4000 hour ഉള്ളൂ, ബട്ട് അത് ഞങ്ങൾ ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ട്, ഞങ്ങൾ മൊത്തത്തിൽ പറയാം. സോ ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞങ്ങൾ മോണിറ്റൈസേഷൻ ആയെന്ന് നിങ്ങളെ അറിയിക്കാൻ മാത്രമല്ല, ഇപ്പോഴും യൂട്യൂബിൽ ഈ മോണിറ്റൈസേഷൻ ട്രൈ ചെയ്യുന്നവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാനും കൂടിയാണ്. സോ ഞങ്ങളുടെ ജേണി ഞങ്ങൾ എങ്ങനെയാണെന്ന് പറയാം. ഞങ്ങൾ ഒരു 6 months സംതിങ് ആയി യൂട്യൂബ് തുടങ്ങിയിട്ട്. ഞങ്ങൾ ആദ്യം ചെറിയ വീഡിയോ ഒക്കെ ഇട്ട് ഞങ്ങൾ ചുമ്മാ ഒരു ടൈം പാസ് എന്ന രീതിയിലാണ് ഈ പരിപാടി തുടങ്ങിയത്. ഇവിടെ കുറച്ച് ഷോർട്സ് ഇടുമായിരുന്നു. ഞാൻ അങ്ങനെ ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടില്ലായിരുന്നു. അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനകത്ത് ഇൻവോൾവ് ആയി. എനിക്ക് ഈ സിനിമാസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ അങ്ങനെ ഞാൻ ഇൻട്രോവേർട്ട് ആയിരുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയ അങ്ങനെ മോൻ കാണിക്കലും പരിപാടിയൊന്നും ഇല്ലായിരുന്നു. സോ ഞാനും അങ്ങനെ പതുക്കെ ഇതിനകത്തേക്ക് ഇവിടെ ഇത് കണ്ട് ഞാനും കയറി. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ഇത് സീരിയസ് ആയിട്ട് എടുത്തു. പിന്നെ ഞങ്ങൾ അത്യാവശ്യം നല്ല ഇതിനകത്ത് കഷ്ടപ്പെടാൻ തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യമൊക്കെ അങ്ങനെ ഷോർട്സിന് അതിനു മുമ്പ് എങ്ങനെയാണ് ഈ മോണിറ്റൈസേഷൻ പ്രോസസ്സ്, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് യൂട്യൂബിലേക്ക് ആദ്യമായിട്ട് വരുന്നവർ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് പറയാം. ആദ്യമായിട്ട് നിങ്ങൾക്കറിയാം, യൂട്യൂബിൽ കോമൺ ആയിട്ട് ചെയ്യുന്ന ഷോർട്സ്, വീഡിയോസ്, ലൈവ്സ്, ഈ 3 കാര്യങ്ങളാണ്. ആദ്യം ഒരാൾ യൂട്യൂബിലേക്ക് വരുന്ന അയാൾക്ക് മോണിറ്റൈസേഷൻ ആകുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു പരിപാടി ഉണ്ട്, ഹാഫ് മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. നമ്മൾ ആദ്യം അതിനകത്ത് എലിജിബിൾ ആണ്. അതിന് എലിജിബിൾ ആണൊന്നുമില്ല, നിങ്ങൾക്ക് മിനിമം ഒരു 500 സബ്സ്ക്രൈബേഴ്സ് വേണം, ഒരു 30 lakhs ഷോർട്സ് എൻഗേജ്ഡ് വ്യൂ വേണം, അല്ലെങ്കിൽ 3000 hour വാച്ച് അവറിൽ വീഡിയോക്ക് 3000 വാച്ച് അവർ ആണ് വീഡിയോയ്ക്ക് വേണ്ടത്. ഈ 30 lakh എന്ന് പറയുന്നത് നമ്മൾ 90 ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അതായത് ഈ 30 lakhs ഷോർട്സ് എൻഗേജ്ഡ് വ്യൂസ് നിങ്ങൾ 90 daysനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. ആൻഡ് 3000 വാച്ച് അവർ എന്ന് പറയുന്നത് 365 days, 1 year മതി. അപ്പൊ അതായത് നിങ്ങൾ കേൾക്കുമ്പോൾ ഓർക്കോ 30 lakh ഷോർട്സ് വ്യൂ മതി. ഇപ്പൊ നമ്മളെല്ലാം മിക്ക ഷോർട്സ് ഒക്കെ 1 lakh ഒക്കെ കയറുന്നുണ്ട്. അവർ 30 ഷോർട്സ് ഇട്ടാൽ നമുക്ക് 30 lakhs ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മോണിറ്റൈസേഷൻ ആകത്തില്ല, അല്ലെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷൻ ആകത്തില്ല എന്ന് ഓർക്കും. പക്ഷേ അങ്ങനെയല്ല. 30 lakhs എൻഗേജ്ഡ് വ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നോർമൽ വ്യൂ കൗണ്ട് അല്ല. അതായത് നിങ്ങളുടെ വീഡിയോയ്ക്ക് ഇപ്പോൾ ഒരു 30 ലക്ഷം വ്യൂസ് ഉണ്ടെങ്കിൽ അതിലെ എൻഗേജ്ഡ് വ്യൂ ഏകദേശം ഒരു 15 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ഒക്കെ ആയിരിക്കും. നമ്മുടെ ഷോർട്സ് എത്രത്തോളം ആൾക്കാർ കാണുന്നുണ്ടോ അതിനെയൊക്കെ വെച്ച് നമ്മുടെ എൻഗേജ്ഡ് വ്യൂ വരുന്നത് മൊത്തത്തിൽ കാണുന്നുണ്ടോ, അല്ല ജസ്റ്റ് വ്യൂസ് മാത്രമല്ല. അപ്പോൾ നിങ്ങൾ എൻഗേജ്ഡ് വ്യൂസ് 30 lakhs ഒപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു വീഡിയോ ത്രൂ 3000 വാച്ചർ ഉണ്ടാക്കണം. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ യൂട്യൂബ് പാർട്ണർ പ്രോഗ്രാമിലേക്ക് കയറുന്ന സമയത്ത് ഷോർട്സ് ത്രൂ മോണിറ്റൈസേഷൻ ആകുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് റീച്ച് ചെയ്യും. ഷോർട്സ് ത്രൂ നിങ്ങൾക്ക് കൂടെ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഞങ്ങളും അങ്ങനെയായിരുന്നു ചെയ്തേ. പിന്നെ അതായത് ഇപ്പം ഈ ഭയങ്കര സെലിബ്രിറ്റീസും അങ്ങനെയൊക്കെ ആണെങ്കിൽ ശരിയാണ്, നമ്മളൊരു ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇരുന്ന് കാണും നമ്മുടെ കാര്യങ്ങൾ അറിയാൻ. പക്ഷെ നമ്മളെപ്പോലെ എന്താ പറയുക, അങ്ങനെ അറിയപ്പെടാത്ത ആൾക്കാരുടെ ഒരു ലോങ് വീഡിയോ ആണെങ്കിൽ, ഷോർട്സ് ഇടാതെ നമ്മൾ ലോങ് വീഡിയോ ആണെങ്കിൽ ആരും അങ്ങനെ കാണത്തില്ല. ആക്ച്വലി നമ്മളെക്കുറിച്ച് വേറുള്ള ഒരാളെ കുറിച്ച് നമുക്ക് അങ്ങനെ അറിയാനായിട്ട് ആർക്കും വലിയ ആഗ്രഹം കാണത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ഷോർട്സ് ഇട്ട് ആ ഷോർട്സിലൂടെ നമ്മൾ റീച്ച് ആയതിന് ശേഷം പിന്നെ അപ്പം നമ്മളെക്കുറിച്ച് അറിയാൻ വേണ്ടി ഓരോ ആൾക്കാർക്കൊക്കെ ഓരോ ഇൻട്രസ്റ്റ് കാണും, ഇവരെങ്ങനെയാണല്ലോ, ഇവരെവിടുന്നാണെന്നൊക്കെ. അപ്പം അങ്ങനെ
വേണം നമ്മൾ ലോങ് വീഡിയോയിലേക്ക് വരാനെന്നാണ് ഞാൻ പറയുന്നത്. അതെ, കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ആദ്യമൊക്കെ ഷോർട്സ് കുറേ ഇട്ടു. നമുക്ക് 10K 5K 6K ഒക്കെ വ്യൂസ് ഉള്ളൂ. നമ്മൾ അതൊക്കെ ആകുമ്പോൾ നമ്മൾ ഓർക്കും 10K വ്യൂസ് ഉണ്ട്, ഒരു 10 വീഡിയോസ് ഷോർട്സ് വെച്ച് ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് കൂടി നമുക്ക് 30 lakhs ഒപ്പിക്കാൻ നോക്കും. പക്ഷേ ആകില്ല. നമ്മൾ വിചാരിക്കുന്ന എൻഗേജ്ഡ് വ്യൂസ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഷോർട്സിന് എത്ര കിട്ടുന്നു അതിന് നേർ പകുതി താഴേക്ക് നമ്മുടെ എൻഗേജ് ചെയ്യും. നമ്മുടെ ഒരു 27 ലക്ഷം 12 ലക്ഷമാണ് എൻഗേജ്. അതായത് നമ്മളൊരു ഇങ്ങനെ ചെയ്ത് പോയപ്പോൾ അവസാനം ഇപ്പോൾ നമ്മളൊരു ഒരു വീഡിയോ ഒരു ഷോർട്സ് ഞങ്ങളുടെ മാരേജിന്റെ ഷോർട്സ് ഏകദേശം ഒരു 1 million അടിച്ചു. ഇപ്പൊ 2 million കഴിഞ്ഞു. ആ ടൈമിൽ പെട്ടെന്ന് 1 million അടിച്ചു. ആ ഷോർട്സ് ത്രൂ ആണ് ഞങ്ങൾ ആക്ച്വലി മോണിറ്റൈസേഷൻ കിട്ടി. പക്ഷേ ഞങ്ങൾക്ക് 1 million അല്ലെങ്കിൽ 2 million അടിച്ചപ്പോൾ പോലും 27 ലക്ഷം 24 ലക്ഷം അതിനകത്ത് കിട്ടിയപ്പോൾ പോലും 12 ലക്ഷമോ 10 ലക്ഷമോ അടുത്തുള്ളായിരുന്നു അതിൻ്റെ എൻഗേജ്ഡ് വ്യൂ. അപ്പോൾ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എൻഗേജ്ഡ് വ്യൂവിലാണ് കാര്യം. സോ ഞങ്ങൾ അങ്ങനെയാണ് ഹാഫ് മോണിറ്റൈസേഷൻ അടിച്ചത്. പിന്നെ ഞങ്ങളുടെ ഇതെന്ന് പറഞ്ഞാൽ ഹാഫ് മോണിറ്റൈസേഷൻ നമ്മൾ ഓർത്തു ഇത്രയും അടിച്ചു, ഇനി പിന്നെ ഫുൾ മോണിറ്റൈസേഷൻ അടിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും, നമുക്ക് ഇതേവരെ കണ്ടിന്യൂ ചെയ്തത്. പക്ഷേ അവിടെയാണ് ഞങ്ങൾ തെറ്റിദ്ധാരണകൾ എല്ലാം ഞങ്ങളുടെ ധാരണകളെല്ലാം തെറ്റിപ്പോയത്. അതായത് 30 lakhs കഴിഞ്ഞ് ഇനി നമുക്ക് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ 90 days 10 million, അതായത് 1 CR എൻഗേജ്ഡ് വ്യൂ ഷോർട്സ് നമ്മൾ നേടണം. അല്ലെങ്കിൽ 4000 വാച്ച് അവർ വീഡിയോസിൽ നിന്നും കിട്ടണം. ഞങ്ങൾ ഓർത്തു നമ്മൾ ഇത്ര നാൾ കൊണ്ട് ഒരു 30 lakhs നമ്മൾ ഷോർട്സിൽ ഒപ്പിച്ചു, നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ 1 CR ഒപ്പിക്കത്തില്ലേ എന്നുള്ള പ്ലാനിലായി നമ്മൾ ചെയ്തേ. പക്ഷേ ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി നടപടിയാകത്തില്ല. പിന്നെ ഉണ്ടല്ലോ ഈ മോണിറ്റൈസ് ആയവരൊക്കെ ആണെങ്കിൽ ഈ മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്ന ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അപ്പം അവരെല്ലാം പറഞ്ഞിട്ടുള്ളത് വളരെ സിമ്പിളാണ്, അല്ലെങ്കിൽ വളരെ സിമ്പിളാണ്, എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കാര്യത്തിൽ വന്നപ്പം എനിക്കത് അത്രയ്ക്ക് സിമ്പിളായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞങ്ങൾ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പം ഫുൾ മോണിറ്റൈസേഷൻ ആയിട്ടുള്ളത് കേട്ടോ. അതായത് അവർ പറയുന്ന ഒരു കാര്യം ശരിയാണ്, ഞങ്ങൾക്ക് പറ്റും നിങ്ങൾക്കും പറ്റും എല്ലാവർക്കും പറ്റും. പക്ഷേ അതേപോലെ കഷ്ടപ്പെടാം. ഞങ്ങൾക്കൊരു പ്രശ്നം എന്താണെന്ന് അറിയാമോ, ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പം ഞങ്ങൾ രാവിലെ വർക്കെല്ലാം കഴിഞ്ഞ് വൈകിട്ട് വന്ന് പരിപാടി എല്ലാം കഴിഞ്ഞ് പിന്നെ നൈറ്റായിരിക്കും, ഓവർനൈറ്റ് ഇരുന്നായിരിക്കും ഞങ്ങൾ ഷോർട്സ് എടുക്കുന്നത്. ആ ഷോർട്സ് ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അത്ര നമ്മൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ചെയ്താക്കുന്നത്. അപ്പോൾ നമ്മൾ ഹാഫ് മോണിറ്റൈസേഷന് ശേഷം നമ്മളിങ്ങനെ നോക്കി ഷോർട്സിൽ നിന്ന് കയറുന്നില്ല നമ്മൾ വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഓർത്തു വീഡിയോ ചെയ്യാം. 4000 hour അല്ലേ, അത് 1 year ടൈം കൊണ്ട് നമുക്ക് ചെയ്യാമെന്ന് ഓർത്തു. ഞങ്ങൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. ആദ്യത്തെ വീഡിയോ 100 വ്യൂ, 102 വ്യൂ, 103 വ്യൂ. ഈ 100 വ്യൂ അല്ലെങ്കിൽ 1000 വ്യൂ എന്നൊക്കെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 7 hour 8 hour വാച്ച് അവർ. ആ വാച്ച് അവറോട്ട് 4000 അടിക്കണമെങ്കിൽ നല്ല പാടാണ്. ഒരു വീഡിയോ ക്ലിക്കായാൽ മതി, ചിലപ്പോൾ കയറി പോകും. അത് ഞാൻ പറയാം. അത് സംഭവം ഇതിനകത്ത് ക്ലൈമാക്സ് ട്വിസ്റ്റ് ഉണ്ട്, അത് ഞങ്ങൾ പറയാം. ആക്ച്വലി അതായത് ഞങ്ങൾ അങ്ങനെ കുറേ ട്രൈ ചെയ്തു. ആ ടൈമിലാണ് ബിഗ് ബോസ് വരുന്നത്. ബിഗ് ബോസ് അങ്ങനെ സ്റ്റാർട്ടായി. അപ്പം നമ്മൾ ഹാഫ് മോണിറ്റൈസേഷൻ അടിച്ചു, അതിന്റെ കഥ അവിടെ തീർന്നു. ഇനി ഫുൾ മോണിറ്റൈസേഷനേക്ക് വരും, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് എത്തും. ആ ടൈമിലാണ് ബിഗ് ബോസ് സ്റ്റാർട്ടായത്. ഞങ്ങളപ്പോൾ ഓർത്തു ഞങ്ങൾക്ക് ആ ടൈമിൽ ഡെയിലി കണ്ടന്റ് ഒന്നുമില്ല. നമുക്ക് ഈ കപ്പിൾ വ്ളോഗ്സോ അല്ലെങ്കിൽ നമ്മൾ ഈ പുറത്ത് പോകുന്നൊക്കെ കാര്യമാണ് എന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് എന്നും പുറത്ത് പോയാൽ എന്നും കപ്പിൾ വ്ളോഗൊന്നും ചെയ്യാൻ നേരമില്ല. സോ ഡെയിലി ചെയ്യാൻ ഒരു കണ്ടന്റ് ഞങ്ങളിങ്ങനെ തപ്പി കിടക്കുന്ന സമയത്താണ് ബിഗ് ബോസ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ബിഗ് ബോസ് ചെയ്യാൻ നോക്കും. പക്ഷേ അത് കോമഡി എന്താണെന്ന് വെച്ചാൽ ഇപ്പം ചെയ്യുന്നതിൻ്റെ ഇരട്ടിപ്പണിയാണത്. കാരണം ഞങ്ങൾ വർക്ക് ചെയ്ത് വന്നിട്ട് ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് മൊത്തം കണ്ട് സ്ക്രിപ്റ്റ് എഴുതി അത് പിന്നെ അവതരിപ്പിച്ച് അത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം. സോ ഞങ്ങൾ നമ്മൾ ഏതായാലും കഷ്ടപ്പെട്ടിറങ്ങിയല്ലേ, ഹാർഡ് വർക്ക് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ബിഗ് ബോസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ബിഗ് ബോസ് ചെയ്തപ്പോൾ തൊട്ടാണ് ആദ്യമൊന്നും ആദ്യത്തെ ഒരു 1 month ഒക്കെ നമുക്ക് വലിയ വ്യൂ ഒന്നുമില്ല. ഒരു 500 അല്ലെങ്കിൽ 600 ഒക്കെ ഉള്ളൂ. ഈ 600 എന്നൊക്കെ 3 hour 3.5 hour ഒക്കെ നമുക്ക് വാച്ച് അവർ കിട്ടത്തുള്ളൂ. പിന്നെ പതുക്കെ 1K കയറാൻ തുടങ്ങി, 1.5 2K 3K ആ റേഞ്ചിലൊക്കെ വന്നു. പിന്നെ നമ്മൾ ബിഗ് ബോസിന്റെ ഓഡിയൻസ് റെസ്പോൺസ് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾ ഓഡിയൻസ് റെസ്പോൺസ് എടുക്കാൻ തുടങ്ങി. അത് നല്ല രീതിയിൽ അതിലൊരു വീഡിയോ ഒരു അറൗണ്ട് 14K 14K സംതിങ് ഒരു വ്യൂ കിട്ടി. അതിൽ നിന്ന് നമുക്ക് ഏതാണ്ട് ഒരു 450 വാച്ച് അവർ എങ്ങാണ്ട് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് കുറച്ച് പ്രതീക്ഷ വരാൻ തുടങ്ങി. നമ്മൾ ഇതേ രീതി തന്നെ നെക്സ്റ്റ് വീക്ക് പിന്നെയും പുറത്ത് പോയി ഓഡിയൻസ് റെസ്പോൺസ് എടുത്തു. അൺഫോർച്ചുനേറ്റ്ലി അത് 500 വ്യൂ എങ്ങാണ്ട് അതിന് കഷ്ടി കിട്ടി. പിന്നെയും ഞങ്ങൾ ഡൗൺ ആയി. കാരണം ആ ടൈമിൽ ഞങ്ങൾക്ക് മൈക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ പുറത്ത് പോയി മൈക്ക് റെന്റ് എടുത്ത് ക്യാഷ് ഒക്കെ 500 rupees ഒക്കെ ഒരു 1 dayക്ക് മേടിക്കുന്ന ആ റെന്റ് എടുത്ത് പരിപാടി എല്ലാം എടുത്ത് അങ്ങനെയാണ് ഇറങ്ങിയത്. എന്നിട്ട് പോലും നിങ്ങൾ ഓർക്കണം, നമുക്ക് 1 രൂപ ഇതിനകത്ത് വരുമാനം കിട്ടുന്നില്ല. എന്നിട്ട് പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇതിനകത്തൊക്കെ ഇറങ്ങുന്നത്. അങ്ങനെ ചെയ്ത് നോക്കി, പിന്നെയും ഡൗൺ. പിന്നെ ഞങ്ങൾ ദൈവമേ, മൊത്തത്തിൽ ഇപ്പോൾ 1000 അവറങ്ങാണ്ട് 1000 1200 2000 ഒക്കെ അവർ ഒരു ഞങ്ങൾ ഡെയിലി ബിഗ് ബോസ് ചെയ്ത് 1 2 3 വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ 2000 വാച്ച് അവർ ഒപ്പിച്ചു. എന്നിട്ട് ഞങ്ങൾ ദൈവം ഇനി ബിഗ് ബോസ് തീരാൻ വെറും 2 ആഴ്ചയൊക്കെ ഉള്ളൂ. എന്നിട്ട് ഇനി 2000 വാച്ച് അവർ ഇനി ഒപ്പിക്കണം. ഇനി എവിടുന്ന് ഒപ്പിക്കും? ഈ ബിഗ് ബോസ് ഡെയിലി ഇടാൻ കണ്ടന്റ് പോലില്ല.
അങ്ങനെ ഞങ്ങൾ നല്ല ഷോ അടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു ഏതായാലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടോ എന്നാൽ പിന്നെ ഒരു പണി ചെയ്യാം. ഓഡിയൻസ് റെസ്പോൺസ് അവരുടെ ബിഗ് ബോസിലുള്ള ആൾക്കാർ തന്നെ, അതായത് കണ്ടസ്റ്റൻ്റെ നാട്ടിൽ തന്നെ പോയി എടുക്കാമെന്ന് ഓർത്ത് ഞങ്ങൾ നമ്മുടെ അനീഷിൻ്റെ വീട്ടിൽ ഫസ്റ്റ് പോയി. തൃശ്ശൂർ അവിടെ പോയി അവിടെയുള്ള നാട്ടുകാർ മൊത്തം റിവ്യൂ എടുത്തു. അത് നല്ല കഷ്ടപ്പാടാണ്. അതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ലീവ് എടുത്താണ്, എനിക്ക് വർക്കുള്ള ദിവസം ലീവ് എടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് ബൈക്കിന് തൃശ്ശൂർ പോയി. അറൗണ്ട് ഒരു ആ ടൈം നമ്മൾ ഇടുക്കിയിലായിരുന്നു, ഞാൻ ഇടുക്കിയിലായിരുന്നു. ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് ഞങ്ങൾ തൃശ്ശൂർ അറൗണ്ട് ഒരു 120 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് അവിടെ വന്ന് റിവ്യൂ എടുക്കുക. നമ്മൾ സത്യസന്ധമായിട്ട് പറയുക, അതായത് നമ്മളാരെയും ഇതാ പൊക്കി താത്തി പറയുന്നത്. നമ്മൾ അനീഷിന്റെ അവിടെ റിവ്യൂ എടുക്കാൻ വന്ന സമയത്തൊക്കെ നമുക്ക് നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ ആ വീഡിയോയിൽ കുറെ കമന്റ്സ് ഉണ്ട്, നല്ല ആൾക്കാർ, നല്ല സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ. പക്ഷേ പകുതി ആൾക്കാരും റിവ്യൂ തരാൻ റെഡിയല്ല. റിവ്യൂ തരുന്ന മാത്രം നമുക്ക് അവിടെ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അവിടെ ചെന്നു. നമ്മൾ മോശമായിട്ട് ആരെക്കുറിച്ചും പറയാനില്ല, നമ്മളുള്ള നാട്ടുകാരുടെ ഓഡിയൻസ് റെസ്പോൺസ് എടുക്കാൻ വേണ്ടി തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് ഇത്ര ഇതായിട്ട് അവിടെ ചെന്നിട്ട് ഒരു മനുഷ്യ മൈൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കാണുമ്പോൾ 8 മിനിറ്റ് ഡ്യൂറേഷനുള്ള വീഡിയോ ആണ്. പക്ഷെ ഞങ്ങള് പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി തിരിച്ചു വന്നപ്പോ ഒരു അപ്പൂപ്പൻ വെളിയിലിരിക്കുന്നുണ്ട്. ഒരു അപ്പൂപ്പനാണ് അതിനകത്ത് ഒരു 4-2 മിനിറ്റോളം. ആദ്യം 2-3 പേര്, അനീഷിന് വീടിന്റെ അടുത്തുള്ള ചേട്ടൻ, ഒരു കടക്കാരൻ, പിന്നെ വേറൊരു പുള്ളി, ഈ അവസാനം കണ്ടൊരു അപ്പൂപ്പനില്ല, ഇവരാണ് ഞങ്ങൾക്ക് റിവ്യൂ എന്നുള്ളത്. ബാക്കി ആരും ഞങ്ങളാണെങ്കിൽ ഓർത്ത് ഇത്രയും കഷ്ടപ്പെട്ടു ഒന്നുമില്ല. എന്നിട്ട് ഞങ്ങൾക്ക് സങ്കടമായിരുന്നു. അതായത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടു നമുക്ക് 3 പേരുടെ 4 പേരുടെ റെസ്പോൺസ് കിട്ടിയുള്ളൂ. അപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായി. ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് നമുക്കിതും കിട്ടത്തില്ല, നമുക്ക് പോസ്റ്റ് ചെയ്യേണ്ടെന്ന് വരെ ഞാൻ ആലോചിച്ചു. പിന്നെ ഓർത്ത് ഏതായാലും കഷ്ടപ്പെട്ട് ഇത്രയും വന്നതല്ലേ, അങ്ങനെ ഓർത്ത് നമ്മളൊരു വീട്ടിൽ അന്ന് തന്നെ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും കോമഡി. ഫസ്റ്റ് ഡേ വ്യൂ കയറുന്നില്ല, ഭയങ്കര സങ്കടം. നമുക്കൊരു 1000 വ്യൂ അല്ലെങ്കിൽ 1200 വ്യൂ കണ്ടുള്ളൂ. പക്ഷേ അതിനകത്ത് വാച്ച് ഉണ്ട്, എന്നിട്ട് 10-20 അവർ. സാധാരണ 1000 ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് 10 അവറൊക്കെ മാക്സിമം വാച്ച് അവർ ഉള്ളായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഒരു 20-25ഓളം വാച്ച് അവർ കിട്ടി. പക്ഷെ എന്നാലും സങ്കടം, ഇത്രയും കാശ് മുടക്കി ഇത്രയും കഷ്ടപ്പെട്ട് പോയിട്ടും ഒന്നും ആയില്ല. നമുക്ക് ഭയങ്കര സങ്കടമായി തോന്നി. പക്ഷേ 2ാമത്തെ ദിവസം അല്ലെങ്കിൽ 3ാമത്തെ ദിവസം തൊട്ട് കാര്യം അങ്ങ് നേരെ തിരിഞ്ഞു. പതുക്കെ ആ വീഡിയോ കയറി അവസാനം 100K വീഡിയോ അടിച്ചു. അതെ, ഇപ്പൊ 2 ലാക്ക് അടിക്കാറായി വീഡിയോ. ആ വീഡിയോ അതായത് നമ്മൾ ഇത്രയും ദിവസം 4000 അവർ എല്ലാം കൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്യും. ഒരു ദിവസം 5 വീഡിയോ രാവിലെ എണീറ്റ് ഇത്രയുണ്ട് വാച്ചി, ഇത്രയുണ്ട്, അപ്പൊ ഇത്ര, ഇനി നമ്മൾ എത്ര വേണം, അപ്പൊ ഞാൻ ഈ ഒരു 5 വീഡിയോ ഇടും. അങ്ങനെ ഞങ്ങൾ എത്ര കൊണ്ട് 4000 എത്തിക്കാന്ന്. ഞങ്ങൾ ഒരു രക്ഷയില്ല. ഞങ്ങൾ അനീഷിന് ഒരു 100 അവർ പ്രതീക്ഷിച്ചു, ഒരു 10-30K ഒക്കെ കയറി 100 അവറിലും പ്രതീക്ഷിച്ചു. എന്നാൽ പോലും പിന്നെയും കിടക്കുന്നു ബാക്കി ഒരു 1000 സംതിങ് അവർ. പക്ഷേ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ആ ഒരൊറ്റ വീഡിയോന്ന് 4000ന്റെ മുകളിൽ അവർ കിട്ടി. ഇപ്പം 5000 സംതിങ്. അതായത് നമുക്ക് മൊത്തം 4000 അവർ മതി ഒരു മോണിറ്റൈസേഷൻ അല്ലെങ്കിൽ വാച്ച് അവർ കിട്ടണമെങ്കിൽ. നമ്മൾ ഇത്രയും വീഡിയോന് 10-200 വീഡിയോ കിട്ടി എല്ലാം കൂട്ടി നമുക്ക് 2000 വാച്ച് അവർ കിട്ടി. പക്ഷെ നമുക്ക് ഈ ഒരൊറ്റ വീഡിയോന്ന് 4000 അവർ വാച്ച് അവർ കയറി. 4000 വാച്ച് അവർ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു വീഡിയോ മതി. ചിലപ്പോൾ പറയും സിമ്പിളാണ്, ഒറ്റ വീഡിയോ മതി, ഒറ്റ വീഡിയോ ഒന്ന് കയറും. പക്ഷെ ആ വീഡിയോ എപ്പോൾ കയറും നമുക്ക് ഒരിക്കലും predict ചെയ്യാൻ വീഡിയോ കയറുന്നു. അതുപോലെ തന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് അനിമോൾ ട്രിവാൻഡ്രം പോയി. ഞങ്ങളിത് ഇവിടുന്ന് ഇത് കിട്ടിയതാണല്ലോ, ഞങ്ങൾ കഷ്ടപ്പെടാം. എന്നാലും നമ്മൾ കഷ്ടപ്പെട്ടാലേ കിട്ടത്തുള്ളൂ. നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരം ബൈക്കിന് പോയി ഏതാണ്ട് ഒരു എറണാകുളത്ത് 200-203 കിലോമീറ്റർ പോയി, ആര്യനാട് പോയി, ഞങ്ങൾ പോത്തൻകോട് ചെന്നിട്ട് ഞങ്ങളുടെ അവിടെ ഒരു കസിൻ ഉണ്ട്, അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് അവിടെ പോയത്. അവിടെ നിന്ന് ഒരു 10-40 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അവിടെ പോയി അനിമോളിന്റെ, പക്ഷേ അത് ഞാൻ പറയേണ്ട കാര്യം, ഞാൻ അവിടെ പോയി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം നിങ്ങൾ ചിലപ്പോൾ പറയും അനിമോളുടെ PR ആണെന്ന് വരെ ഞങ്ങളെ കമന്റ് ചിലവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയാം, അനിമോളുടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾക്ക് വീഡിയോ എടുത്തപ്പോൾ കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം പക്ഷെ വ്യൂ ഒന്നും കയറിയില്ല. നമുക്ക് വ്യൂ വിചാരിച്ച അത്ര ഒന്നും കയറില്ല, 2K വ്യൂ കയറുള്ളൂ. പക്ഷെ എന്നാൽ പോലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. നമ്മൾ കഷ്ടപ്പെട്ട് അത്രയും പാഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഉള്ള ആൾക്കാർ റെസ്പോൺസ്, കാരണം എല്ലാവരും നമ്മളോട് വന്ന് ഞാൻ റിവ്യൂ, അതും അമ്മൂമ്മമാര് വരെ വന്ന് ചെയ്യാണ്. ഏറ്റവും കൂടി അനിമോളുടെ അപ്പച്ചിയുടെ വീട്ടിൽ പോയി ഞങ്ങൾ റിവ്യൂ എടുത്ത സമയത്ത് അതിന് നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിലുള്ള ചേച്ചി ഞങ്ങൾ മോനെ ഇവിടെ കയറാതെ പോവല്ലേ, ഞങ്ങളും കൂടെ റിവ്യൂ തരാന്ന്. കാരണം നമുക്കപ്പോൾ കിട്ടിയത് നമ്മളെ ഒരു അക്സെപ്റ്റ് ചെയ്ത രീതിയുണ്ട്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇടുക്കിന്ന് ട്രാവൽ ചെയ്ത് അല്ലെങ്കിൽ എറണാകുളത്തുനിന്ന് ട്രാവൽ ചെയ്ത് വന്ന വീഡിയോ എടുക്കുന്നത് അവർക്ക് മനസ്സിലായപ്പോൾ അവർ നമുക്കൊന്ന് സപ്പോർട്ടുണ്ട്. ഞാൻ ചോദിച്ചവരെല്ലാം റിവ്യൂ അവിടെ ഒരു പയ്യൻ, ചെറിയൊരു ആ പയ്യന്റെ, അതായത് നമ്മൾ ഫുള്ളായിട്ട് ഒറ്റ വീഡിയോ ആയിട്ടല്ല എന്നിട്ട് ഓരോന്ന് കുറച്ച് കട്ട് ചെയ്ത് 2-3 സെക്ഷൻ ആയിട്ടാണ് വീഡിയോ ഇട്ട്. അതിനകത്തൊരു ചെറിയൊരു കൊച്ചിന്റെ വീഡിയോ, ഒരു പയ്യൻ, ഒരു 7-8
എത്ര 8ാം ക്ലാസ്സിൽ അല്ലേ 8ാം ക്ലാസ്സിലൊന്നും ഇല്ലെന്ന് ഒരു ചെറിയ കൊച്ച് അതിൻ്റെ ഇടയിൽ കുറെ നെഗറ്റീവ് കമന്റ് ഈ പിള്ളേരോടാണ് ചോദിക്കുന്നത്. പക്ഷെ ആക്ച്വലി ഞങ്ങൾ അതിനകത്ത് വേറൊരു കമന്റ് ഉണ്ട്, അതായത് ഇത് പിന്നെ സ്പൂൺ ഫീഡ് ചെയ്ത് അവനെ കൊണ്ട് കാണാതെ പറയിപ്പിക്കുന്നതാണ്. ആക്ച്വലി അവനോട് ചോദിച്ചു മോനെ നിനക്ക് റിവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ? ഉണ്ട് കേട്ടാന്ന് അവൻ പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ ക്യാമറ കണ്ടപ്പോൾ പുള്ളിക്കാരനൊന്ന് ഒരു എന്താ പറയാ, അതാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടത്, ആ കൊച്ചിങ്ങനെ വിക്കി 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 സംസാരിക്കുന്നത്. ആ കൊച്ചിന് ഞങ്ങൾ കൊടുത്തു. മോനെ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല ചേട്ടാന്ന് പറഞ്ഞു. നമ്മൾ കൊടുത്തു. നമ്മൾ ആ പടം ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, അനിമോളെ കുറിച്ച് എന്താണ്, അനിമോൾ എങ്ങനെയാണ്, എന്താണ് അഭിപ്രായം. ആ കുട്ടി തന്നെയാണ് ആ കുറെ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത്. നമ്മളതിനകത്ത് കുത്തി ഒന്നും ചോദിച്ചില്ല. അതിനൊരു അവസാനം ചോദിച്ചു ഇങ്ങനത്തെ ഒരു ബിഗ് ബോസിനകത്ത് അനിമോളും അനീഷും തമ്മിലുള്ളൂ. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ നമ്മളോട് നെഗറ്റീവായിട്ട് പറഞ്ഞ ഒരു കൊച്ചിനോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. നമ്മൾ ആ ബിഗ് ബോസിന്റെ റെസ്പോൺസ് എടുക്കാൻ പോകുമ്പോൾ ഒരു നാട്ടിൽ ചെന്ന് ബിഗ് ബോസിനെ കുറിച്ചല്ല പിന്നെ അപ്പം ഉണ്ടാക്കിയ കഥ ചോദിക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച് ചോദിച്ചു, ആ കൊച്ചിന് ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ആ കൊച്ചിന് പറയാം. നമ്മൾ റിവ്യൂ തരാമെന്ന് ചോദിച്ചു, തരാൻ ചേട്ടാന്ന് പറഞ്ഞു. നമ്മൾ അനിമോളിനെ കുറിച്ച് എന്താന്ന് ചോദിച്ചു, പുള്ളിക്കാരൻ അവിടെ എല്ലാം നമ്മൾ ചോദിക്കാത്ത കാര്യം തന്നെ ആ കുട്ടി പറയുവാണ്. അത് ആ കുട്ടിയുടെ വ്യക്തിപരമായ അഭിപ്രായമല്ലേ എന്ത് പറയണ്ടെന്നുള്ളത്. അത് അങ്ങനെ കുട്ടി പറഞ്ഞു. അതിന് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു, അതായത് കുറെ നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. പക്ഷെ പിന്നെ ഞങ്ങൾ ഈ നെഗറ്റീവിനെ ഞങ്ങൾക്ക് അത് പ്രശ്നമായിട്ട് എടുക്കുന്ന ആൾക്കാർ. ഞങ്ങൾ നെഗറ്റീവ് ആയിട്ടാണെങ്കിലും ഞങ്ങളെ വീഡിയോയുടെ കമന്റ്സ് പോയി നോക്കിയറിയാം, ഞങ്ങൾ നെഗറ്റീവ് കമന്റ്സിന് ലൈക്ക് അടിച്ചു വിടുന്നുണ്ട്. അതോ നമ്മളൊരു യൂട്യൂബിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇടുന്നിടം വരെ നമുക്ക്, അതിപ്പോൾ ആർക്കാണല്ലോ നമുക്ക് ഇടുന്നിടം വരെ നമുക്കുള്ളൂ. ഇത് കാണുന്ന പ്രേക്ഷകനെ അവൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താം. അതിനൊരു ബുദ്ധിമുട്ടില്ല. നിങ്ങൾ നെഗറ്റീവ് പറയാം, പോസിറ്റീവ് പറയാം. കാരണം എനിക്ക് ശരിയെന്ന് തോന്നുന്നതല്ലായിരിക്കും മറ്റൊരാൾക്ക് ശരി. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം. ഞങ്ങൾ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാ, അത് നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ വേണ്ടിയാ. അതിന് നിങ്ങൾക്ക് അഭിപ്രായം പറയാം, നോ പ്രോബ്ലം. എന്നൊരു കുഴപ്പമില്ല. ഇപ്പം നെഗറ്റീവ് പറയുന്നത് ഞാൻ കുഴപ്പമായിട്ടൊന്നും പറഞ്ഞല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഭാഗം ക്ലിയർ ആക്കിയ, അല്ല ഞങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കിയ, അല്ല ഞങ്ങൾ ആരെയും PR വർക്കിന് അല്ലെങ്കിൽ സ്പൂൺ ഫീഡ് ചെയ്യാനോ ഒന്നും പോയതല്ല. ഇതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഏതായാലും അതിനകത്തേക്ക് ഞാൻ ഒത്തിരി പോകുന്നില്ല. സോ ഇതൊക്കെയാണ് സംഭവിച്ചത്. അപ്പം ആ വീഡിയോ നമുക്ക് 3K 4K അങ്ങോട്ട് വ്യൂ നമുക്ക് കിട്ടുള്ളൂ. പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇട്ടൊരു ഇത്രയും കഷ്ടപ്പെട്ട പോലെ അവർ നമ്മളെ ട്രീറ്റ് ചെയ്ത രീതി അത്ര നല്ലതായിട്ടായിരുന്നു. അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു, പിന്നെ നമുക്ക് സമയമൊന്നും കിട്ടിയില്ല, നമ്മൾ തിരക്കായിപ്പോയി. അതെ, അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വീഡിയോ ചെയ്തു, പരിപാടി എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോയ്ക്ക് പോയത്. അങ്ങനെ മോണിറ്റൈസേഷൻ നമ്മൾ ഹാപ്പിയായി. ഇനി അടുത്ത സ്റ്റേജാണ് എത്ര രൂപ കിട്ടി. അതെ, എല്ലാരും ചോദിച്ചോണ്ടിരിക്കും. അപ്പം ഞാൻ പറയട്ടെ, ഫുൾ മോണിറ്റൈസേഷൻ ആയത്. അപ്പം നിങ്ങൾ ഈ ഒരു സാധനം ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയിപ്പോൾ ആരെങ്കിലും യൂട്യൂബൊക്കെ ഉള്ളവരാണെങ്കിൽ, അതായത് വിത്തിൻ 365 ഡേയ്സിനുള്ളിൽ, അതായത് ഒരു വർഷത്തിനുള്ളിൽ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഹാഫ് മോണിറ്റൈസേഷൻ ആകുമ്പോൾ നമുക്ക് ഈ ആഡ്സ് വരൂലേ, അപ്പോൾ ആഡിൽ നിന്നും നമുക്കൊരു ബെനിഫിറ്റ്സും കിട്ടത്തില്ല. നമുക്ക് ഈ സൂപ്പർ ചാറ്റ്, മെമ്പർഷിപ്പ്, പിന്നെന്താണ് സൂപ്പർ ഷോപ്പിംഗ്, ഈ 3 സംഭവം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഫുൾ മോണിറ്റൈസേഷൻ ആയി കഴിയുമ്പോഴാണ് നമ്മുടെ ആഡ്സ് വഴി നമുക്ക് റവന്യൂ കിട്ടുന്നത്. അതായത് നമ്മൾ ഇപ്പം ഫുള്ളി മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ വാച്ച് അവറോ അല്ലെങ്കിൽ ഷോർട്സ് എൻഗേജ് കംപ്ലീറ്റ് ആയി ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ എന്ന് പറഞ്ഞ ടാബിൽ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ഉള്ള ഇത് വരും. അത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് എല്ലാം ടിക്ക് കൊടുത്ത് അപ്ലൈ ചെയ്തിട്ടാൽ മതി. അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ആയി, നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ഡേ ഒരു 1 hour 2 hourന് ശേഷം നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും ഒരു ഡോളർ സിമ്പിൾ വരാൻ തുടങ്ങി. അത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം, ഞങ്ങൾ സ്ക്രീൻ റൈറ്റ് സൈഡിൽ കൊടുക്കാം. നിങ്ങളിപ്പോൾ കാണുന്ന പോലെ ഇങ്ങനെ ഡോളർ സിമ്പിൾ നമ്മുടെ വീഡിയോസിന് വരാൻ തുടങ്ങി. അപ്പം നമ്മൾ ഹാപ്പിയായി. ഇനി നെക്സ്റ്റ് സ്റ്റേജ് ആണ്, അത് ഞങ്ങൾ പറയുന്ന അത് അവിടെ ഞങ്ങൾ ഒരു വലിയ പ്രശ്നം നേരിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഫസ്റ്റ് ഇൻകം അല്ലെ, നമ്മുടെ ഫസ്റ്റ് ഇൻകം നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങൾ പറയാം. കാരണം ഈ ഒരു വീഡിയോ തന്നെ ഇപ്പൊ ഒത്തിരി ലോങ് ആയി, ഏകദേശം 18 minutes ആയി. സോ ഇത്രയൊക്കെയാണ് മോണിറ്റൈസേഷനിലേക്കുള്ള പരിപാടി. പിന്നെ ഞങ്ങൾ ഈ മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്ത ട്രിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഡെയിലി ഞങ്ങൾ ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് 1000 എത്തിക്കാനും അത്രയും റീച്ച് അടിക്കാനും പറ്റിയത്. പിന്നെ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ഓരോ വീഡിയോ കയറി കഴിയുമ്പം ആ കയറിയിട്ടുള്ളതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഇടാൻ വേണ്ടി തുടങ്ങി. എന്ന് വെച്ചാൽ ഇപ്പം ഒരു കണ്ടന്റ് എടുത്ത് ചെയ്യുമ്പം ആ കണ്ടന്റിന് വ്യൂ കൂടുതലാണെങ്കിൽ അതേപോലത്തെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് ഡെയിലി വീഡിയോ ഇടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. നിങ്ങളിപ്പോ ഷോർട്സ് പിന്നെ തംബ്നെയിൽ ഷോർട്സ് ഇപ്പൊ ഇടുന്ന ഒരാളാണെങ്കിൽ നിങ്ങളിപ്പോ ഒരു സംഭവമുണ്ട്, ഞങ്ങൾക്ക് പറ്റിയ പ്രശ്നം. ഞങ്ങൾക്ക് ഒരിടയ്ക്ക് നല്ല റീച്ച് വന്നു ഷോർട്സിന്. അപ്പോൾ ഞങ്ങൾ ഒരേ ടൈമിലായിട്ടുണ്ടില്ല, 2 ദിവസം ഞങ്ങൾക്ക് ഇടാൻ പറ്റില്ല. 3-ാമത്തെ ദിവസം തൊട്ട് നമുക്ക് എത്ര റീച്ച് വരുന്നില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഷോർട്സ് ഇടുവാണെങ്കിൽ ഡെയിലി അതേ സമയത്ത്, ഷോർട്സ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും നിങ്ങളൊരു സമയം ഒരു ടൈം നിങ്ങളൊരു
ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ന് ഇടാൻ പറ്റുന്ന സമയം കണ്ടുപിടിക്കുക. അതേ ടൈമിൽ ഡെയിലി, ഇപ്പോൾ നിങ്ങൾ ഡെയിലി ഇടുന്ന ആളാണ് ഡെയിലി ഇടുക, 2 ദിവസം കൂടി ഇടുന്ന ആളെങ്കിൽ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക. ആ പാറ്റേൺ മാറ്റില്ല, നിങ്ങൾക്ക് റീച്ച് കിട്ടുന്ന ഒരു പാറ്റേൺ കണ്ടുപിടിച്ചിട്ട് ആ പാറ്റേണിൽ മാക്സിമം വീഡിയോസും ഷോർട്സും ഇടാൻ തുടങ്ങുക. അല്ലാത്ത പക്ഷേ നിങ്ങളിപ്പോൾ തോന്നുന്ന സമയത്തൊക്കെ ഇട്ടാൽ കയറണമെന്നില്ല. ഇപ്പോൾ നിങ്ങളൊരു സെലിബ്രിറ്റി ആണെങ്കിൽ, നിങ്ങളൊരു ഫെയിമാണ്, നിങ്ങളൊരു 10 പേരല്ല പുറത്തോടെ ഇറങ്ങി നടന്ന തിരിച്ചറിയുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എപ്പോൾ ഇട്ടാന്ന് വെച്ചാൽ ഒരു പ്രശ്നമില്ല. പക്ഷേ നമുക്ക് ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നതും വരെ നമ്മൾ അത്യാവശ്യം നല്ലപോലെ ഒരു കൺസിസ്റ്റൻ്റ്ലി നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകണം. അല്ല നമ്മൾ ഇപ്പോൾ എത്ര ഡെഡിക്കേറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരു വീഡിയോ ഇട്ടാലും വ്യൂ കയറത്തില്ല. പക്ഷേ നമ്മൾ കറക്റ്റ് ടൈം ഇട്ട് വലിയ ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോ ചിലപ്പോൾ കയറി പോയെന്നും വരാം. എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാതെ ചെയ്യണമെന്നല്ല, ഇതാണ് എൻ്റെ സംഭവം. നമ്മളെപ്പോഴൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഡൗൺ ആവും. ഇപ്പോൾ പോലും ഞങ്ങൾക്ക് ഈ അടുത്ത് കുറേ കാര്യങ്ങളും ബിസിയൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. 1-2 ദിവസം നമുക്ക് ഷോർട്സ് ഇടാൻ പറ്റില്ല കറക്റ്റ് ടൈമിൽ. 3-ാമത്തെ ദിവസം തന്നെ ഞങ്ങളുടെ ഷോർട്സ്, ഈ ലേറ്റസ്റ്റ് ഷോർട്സ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മൾ നല്ല വ്യൂ കുറവാണ്. സോ ഇതാണ് സംഭവം. പ്രോപ്പർലി ഒരു സമയത്ത് നിങ്ങൾ ഇട്ട് പോവുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ യൂട്യൂബിൽ ആദ്യം പാർട്ണർ പ്രോഗ്രാമിൽ കയറിയ സമയത്ത് കുറച്ച് ദിവസത്തേക്ക് കുറച്ച് ഡള്ളാണ് നിങ്ങളുടെ ചാനൽ. അതെന്താണ്, യൂട്യൂബ് നോക്കുന്നതാണ് മാക്സിമം നിങ്ങൾ പിന്നെയും കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അതേപോലെ നിങ്ങൾ ഫുൾ മോണിറ്റൈസേഷൻ ആയി കഴിയുമ്പോൾ ഇതേ അവസ്ഥ വരും, കുറച്ച് ദിവസത്തേക്ക് വീഡിയോസ് കയറാതെ വരും. ആ സമയത്ത് നമ്മൾ നിർത്തിപ്പോയില്ല, നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ യൂട്യൂബ് മനസ്സിലായി ഇവർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഇവർക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, ഡെയിലി വീഡിയോ ഇടുന്നവരാണ്, ആ ഒരു സാധനം കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇൻ കേസ് ഇതൊന്നും ആകാത്ത വെറും 100, 10, 20 സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണെങ്കിൽ പോലും നിങ്ങൾ അവിടെ വെച്ച് നിർത്തിപ്പോലും നമുക്ക് പറയാൻ പറ്റില്ല ഏത് വീഡിയോ കയറാൻ പോകുന്നത്. ഇപ്പോൾ ഞങ്ങൾ അനീഷിൻ്റെ അന്നത്തെ നിങ്ങൾ ഇടണ്ടെന്ന് വരെ ഓർത്തിരുന്ന ആളാണ്. പക്ഷേ നമ്മളൊന്നും ഇടാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്നും മോണിറ്റൈസേഷൻ പോലും അച്ചീവ് ചെയ്യാതെ ഇരിക്കേണ്ട വന്നേ. സോ നിങ്ങൾ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക, അതിൻ്റെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഔട്ട്പുട്ട് എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് അത് കയറും. അപ്പം ഇതൊക്കെയാണ് മോണിറ്റൈസേഷനിലേക്കുള്ള കാര്യം. ഞാൻ നിങ്ങൾ ഒത്തിരി പറയും, ഇപ്പം തന്നെ വീഡിയോയുടെ ലെന്ത് 20 മിനിറ്റോളമായി. ഇന്ന് കുറച്ചിനകത്ത് ഞങ്ങൾക്ക് പറ്റിയ ഈ മോണിറ്റൈസേഷൻ സമയത്ത് ഞങ്ങൾക്ക് പറ്റിയ കുറേ മിസ്റ്റേക്സ് ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ. ഞങ്ങളുടെ ഫസ്റ്റ് ഇൻകം കയ്യിൽ പിടിച്ചോണ്ട് ഞങ്ങൾ പറയാം, അല്ലെങ്കിൽ അതിനുവേണ്ടി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. കുറേ മിസ്റ്റേക്സ് ഉണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് എപ്പോഴും പറ്റുന്നൊരു മണ്ടത്തരമാണ് അത്. ഞങ്ങൾക്കും പറ്റിയതാണ്. അതെല്ലാം ഞങ്ങൾ നെക്സ്റ്റ് ഒരു വീഡിയോയിലായിട്ട് നിങ്ങളോട് പറയാം. സോ അപ്പോൾ ഇതൊക്കെയാണ് മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങൾ. ഞങ്ങൾ അങ്ങനെ ഭാഗ്യവശാൽ ഞങ്ങൾ മോണിറ്റൈസേഷനായി. സോ ഇനി നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് സെറ്റാക്കി നിങ്ങളെ കൊണ്ട് ആദ്യത്തെ ഇൻകം വിഡ്രോ ചെയ്യിപ്പിക്കാനുള്ള ഇതിലേക്ക് എത്തിച്ചു തരിക. ഞങ്ങളുടെ നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് വീഡിയോ വേണ്ടെന്ന് ഇനിയിപ്പോൾ നമ്മൾ ബിഗ് ബോസും പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നിങ്ങൾ പറയാം എന്ത് ടൈപ്പ് വീഡിയോ ഞങ്ങൾ ചെയ്യേണ്ടത്. നമുക്കെല്ലാം ചെയ്യാം. നമുക്ക് പറ്റുന്ന, നമുക്ക് ഒത്തിരി കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയത്തില്ല, അത്രയ്ക്ക് അറിവുള്ളവരല്ല, എന്നാൽ പോലും നമുക്ക് അറിയാവുന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും, ഇപ്പോൾ ബേസിക് കാര്യങ്ങൾ, പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ചാണെങ്കിലും ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണെങ്കിലും കപ്പിൾ വ്ലോഗ്സ് ആണെങ്കിലും അങ്ങനത്തെയൊക്കെ നിങ്ങളൊന്ന് എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് അതിനനുസരിച്ചുള്ള ഇനിയുള്ള വീഡിയോകളൊക്കെ പ്രിപ്പയർ ചെയ്യാം. സോ നമ്മൾ ഇനിയും പഴയ ഫോമിലേക്ക് തിരിച്ചു വരികയാണ്, നമ്മുടെ പഴയ വ്ളോഗിലും കാര്യങ്ങളിലേക്കും. സോ അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇതൊക്കെ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഞങ്ങൾ ഇതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോ വരുന്നതാണ്. അപ്പം അതുവരേക്ക് ഇറ്റ്സ് മീ അഭിജിത്ത് and it's me Chanchal and we are signing off. Bye.